ഭാരതം മാലദ്വീപ് കോർ ഗ്രൂപ്പ് യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാകുന്ന സാഹചര്യത്തിലാണ് യോഗം. കോർ ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ സൈനിക നയതന്ത്ര ഉദ്യോഗസ്ഥരടങ്ങുന്ന മാലദ്വീപ് സംഘം ഡൽഹിയിലെത്തി. രണ്ടാം ഘട്ട സൈനിക തല ചർച്ചയാണ് നടക്കുക. ആദ്യഘട്ടം ഈ മാസം 14-ന് നടന്നിരുന്നു. ഗൗതം ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഗൗതം, രണ്ടാം ഘട്ട ചർച്ചയാണ് നടക്കുക. ബന്ധം വഷളാകുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ആ ഒരു ഊഷ്മളമായ ബന്ധത്തിൽ അല്പം ഇടിവ് വന്ന ഒരു സാഹചര്യത്തിൽ എത്രത്തോളം നിർണായകം തന്നെയാണ് ഇന്നത്തെ ചർച്ചയും? KP 14-ാം തീയതി മാലദ്വീപ്സും ഭാരതവും തമ്മിലുള്ള ആദ്യഘട്ട സൈനികതല ചർച്ച നടന്നിരുന്നു. അതിനുശേഷം അതിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ വീണ്ടും സൈനികതല ചർച്ച നടക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ബന്ധം വഷളായി നിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് ന്യൂഡൽഹി വേദിയാകുന്നത് എന്നതാണ് ശ്രദ്ധേയം. അടുത്ത കാലത്ത് മാലദ്വീപ്സും അതോടൊപ്പം തന്നെ ഭാരതവും തമ്മിൽ നയതന്ത്രപരമായി വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. അടുത്ത കാലത്താണ് മാലദ്വീപ്സിൽ ഭരണമാറ്റം ഉണ്ടാകുന്നത്. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് ചൈന അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ്. ഇവരെ അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യം തന്നെ ഭാരതത്തിന്റെ സൈന്യത്തെ മാലദ്വീപ്സിൽ നിന്നും പിൻവലിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, അടുത്ത കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ നടത്തിയ സന്ദർശനത്തെ മാലദ്വീപ്സിലെ ചില മന്ത്രിമാർ വിമർശിക്കുകയും പിന്നീട് ആഗോളതലത്തിൽ തന്നെ പ്രതിഷേധം ശക്തമായപ്പോൾ ഈ മന്ത്രിമാരെ മാറ്റി നിർത്തേണ്ട സാഹചര്യവുമൊക്കെ മാലദ്വീപ്സ് സർക്കാരിന് ഉണ്ടായി എന്നത് നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ നയതന്ത്രപരമായി വലിയ തോതിലുള്ള ഭിന്നതയും അഭിപ്രായ വ്യത്യാസവും നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ ഈ സൈനികതല ചർച്ച ഡൽഹിയിൽ നടക്കുന്നത്. 14-ാം തീയതി നടന്ന ആദ്യ ചർച്ചയിലും ഈ ഭാരതത്തിന്റെ സൈന്യത്തെ മാലദ്വീപ്സിൽ നിന്നും പിൻവലിക്കണമെന്നൊരു ആവശ്യം ചർച്ചയിൽ രൂപപ്പെട്ടിരുന്നു. 70 ടീം ബറ്റാലിയനാണ് അവിടെ നിലവിൽ മാലദ്വീപ്സിൽ ഉള്ളത്. അതിനെ പിൻവലിക്കാം എന്ന ധാരണയിലേക്ക് ഭാരതവും എത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള രണ്ടാം ഘട്ട ചർച്ചയാണ് ഇന്ന് പ്രധാനമായും. ഗൗതം, ഒപ്പം തന്നെ ഈ മാലദ്വീപിലെ പ്രതിപക്ഷം കൃത്യമായ രീതിയിലുള്ള ഇന്ത്യ അനുകൂല നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയെ പിണക്കിക്കൊണ്ടുള്ള ഒരു സമീപനം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് തന്നെ ഭീഷണിയാണ് എന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണല്ലോ അവിടുത്തെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. പ്രതിപക്ഷ കക്ഷികൾ നിലപാട് ശക്തമാക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ നിലപാടും ഭാരതത്തിന് അനുകൂലമായ നിലപാട് തന്നെയാണ്. എല്ലാ കാലത്തും ഭാരതവും മാലദ്വീപും അത്രത്തോളം ഒരു സൗഹൃദം കാത്തുസൂക്ഷിച്ച ഇരു രാഷ്ട്രങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ആ നിലപാടുകൾ എത്രത്തോളം ഈ ഒരു ചർച്ചയിൽ പ്രതിഫലിക്കാനാണ് സാധ്യത? ഇപ്പോൾ മാലദ്വീപ്സിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ച് ചൈനയോട് കൂടുതൽ കൂറ് കാണിക്കുന്നൊരു സ്വഭാവം ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവർ ഇത് സംബന്ധിച്ചുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിനാൽ സ്വാഭാവികമായും ഭാരത വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ ഭാരതത്തിന്റെ സൈന്യത്തെ ഈ മാലദ്വീപ്സിൽ നിന്നും പിൻവലിക്കണമെന്ന നിലപാട് ആ സർക്കാർ തുടരുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രതിഷേധമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, മാലദ്വീപ്സിലെ പ്രതിപക്ഷ കക്ഷികൾ നേരത്തെ തന്നെ ഈ വിഷയത്തിലെ അപകടം കൃത്യമായി തന്നെ സർക്കാരിനെ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ചൈന പിടിമുറുക്കിയിട്ടുള്ള പല രാജ്യങ്ങളുടെയും അവസ്ഥ അതിദയനീയമാണ്. ശ്രീലങ്കയെ സംബന്ധിച്ച് നമുക്കറിയാം, ഹമ്പൻതോട്ട പോലെയുള്ള പോർട്ടുകളുടെ നിർമ്മാണവും അതല്ലെങ്കിൽ അതിൻ്റെ പാട്ടക്കരാറുമൊക്കെ ചൈന ഏറ്റെടുക്കുകയും പിന്നീട് ചെറുകെ ആ പോർട്ട് തന്നെ സ്വന്തമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. ഏറ്റവും ഒടുവിൽ ശ്രീലങ്കയിൽ അടുത്ത കാലത്തുണ്ടായ വലിയ സാമ്പത്തിക മാന്ദ്യവും അതിനെ തുടർന്ന് ഭരണാധികാരികളുടെ വീടുകൾ പോലും, വസതികൾ പോലും ജനങ്ങൾ പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക്, അത്രത്തോളം ദയനീയമായ സ്ഥിതിയിലേക്ക്, സാമ്പത്തിക പ്രതിസന്ധിയിലേക്കൊക്കെ ശ്രീലങ്കയെ കൊണ്ടെത്തിക്കുന്നതിൽ ചൈന വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച രാജ്യമാണ്. ഒപ്പം പാകിസ്ഥാനിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും മറ്റ് രാഷ്ട്രീയമായ അനിശ്ചിതത്വമാണെങ്കിലും അതിലും ഈ ചൈനയ്ക്കുള്ള വലിയ തോതിലുള്ള പങ്ക്, പ്രത്യേകിച്ച് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലും ചൈന പിടിമുറുക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ധാരാളം റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിലുണ്ട്. ബംഗ്ലാദേശിനും അടുത്ത കാലത്ത് ചൈനയുമായി ബന്ധപ്പെട്ട് ചിറ്റഗോങ് പോർട്ട് ചൈനയ്ക്ക് കൈമാറാൻ ശ്രമിച്ചതും അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ആ രാജ്യത്തും രൂപപ്പെട്ടു. നേപ്പാൾ നമുക്കറിയാം, അടുത്ത കാലത്ത് KP ഓലിയുടെ സർക്കാർ ഇരിക്കുമ്പോൾ, നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ നേപ്പാളിൽ അധികാരത്തിലിരിക്കുമ്പോഴും നമ്മൾ ശ്രീലങ്കയിലും അതോടൊപ്പം തന്നെ മാലദ്വീപ്സിലുമൊക്കെ ഇപ്പോൾ കണ്ട രീതിയിലുള്ള ഭാരത വിരുദ്ധ നിലപാട് നേപ്പാൾ സ്വീകരിക്കുകയും ഏറ്റവും ഒടുവിൽ അവിടെ ജനങ്ങൾക്കെതിരെ, നേപ്പാളിലെ സാധാരണക്കാരായ ജനങ്ങൾ ഈ NCP സർക്കാർ, നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാരിനെതിരെ തെരുവിലിറങ്ങുകയും ഒക്കെ ചെയ്ത സംഭവ വികാസങ്ങൾ അടുത്ത കാലത്ത് രൂപപ്പെട്ടു. അതിൻ്റെ ഒരു സെയിം അവസ്ഥയാണ് ഇപ്പോൾ മാലദ്വീപ്സിലും നടക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ജനങ്ങളും ഒപ്പം പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ ഈ ചൈന അനുകൂല നിലപാടിനെതിരാണ്. പക്ഷേ അവിടെ അധികാരത്തിലിരിക്കുന്ന സർക്കാർ പല ഘട്ടങ്ങളിലായി ചൈന അനുകൂല നിലപാട് സ്വീകരിക്കുകയും
ഭാരതത്തിന്റെ സൈന്യത്തെ അവിടെ നിന്നും പിൻവലിക്കണമെന്ന നിലപാട് സ്വീകരിക്കുകയുമാണ്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഈ കമാൻഡർ തല ചർച്ച ഡൽഹിയിൽ നടക്കുന്നത്. യെസ്.